പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രക്തത്തിലെ ദ്രാവക ഭാഗമായ പ്ലാസ്മയെക്കുറിച്ചും ദഹനഫലമായി ഉണ്ടാകുന്ന പോഷകഘടകങ്ങളായ ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ എന്നിവ പ്ലാസ്മയിലൂടെയാണ് കോശങ്ങളിൽ എത്തിച്ചേരുന്നതെന്നും പ്ലാസ്മയിലെ ഘടകങ്ങളെക്കുറിച്ചും പ്ലാസ്മയിൽ കാണപ്പെടുന്ന 3 തരം പ്രോട്ടീനുകളായ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ഹൃദയത്തെക്കുറിച്ചാണ്. ടുഡേ we are going to study about human heart. ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് നാം 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. We have already studied heart, blood vessels and blood are related to the circulatory system of our body. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ അഥവാ രക്തപര്യന വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൃദയം എന്നും നാം പഠിച്ചു കഴിഞ്ഞു. പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൺ. മനുഷ്യഹൃദയം ഒരു പമ്പ് പോലെയാണ് നിരന്തരം പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പമ്പ്, അതായത് മോട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മോട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ മോട്ടർ ഉപയോഗിക്കാറുണ്ട്. എന്താണ് മോട്ടറിൻ്റെ ധർമ്മം? മോട്ടർ കിണറ്റിൽ നിന്നും വെള്ളത്തെ നമ്മുടെ വീടിന് മുകളിലുള്ള ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ കാണുന്ന മനുഷ്യ ഹൃദയവും ഒരു പമ്പ് പോലെയാണ്, അഥവാ മോട്ടോർ പോലെയാണ്. കിണറ്റിൽ നമ്മൾ ഘടിപ്പിക്കുന്ന മോട്ടർ നിരന്തരം പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്കറിയാം. വെള്ളം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ മോട്ടർ ഓണാക്കുന്നത്. ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോട്ടർ ഓഫാക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ മോട്ടർ നിരന്തരം പ്രവർത്തിക്കുന്നു. ഈ മോട്ടർ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രക്തം രക്തക്കുഴലുകളിലൂടെ ശരീരത്തിലാകമാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. Our heart works relentlessly like a pump. Blood flows through blood vessels continuously in all directions. What do you mean by relentlessly? It means a heart is working continuously without any rest. അടുത്തതായി, നമ്മുടെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്? ഔരസാശയത്തിൽ മാറലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഔരസാശയത്തിൻ്റെ സ്ഥാനം തന്നിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക.
നമുക്കെല്ലാവർക്കും രണ്ട് ശ്വാസകോശങ്ങളുണ്ട്. ഇടത് വലത് ശ്വാസകോശങ്ങൾ. ഈ ശ്വാസകോശങ്ങളുടെ നടുവിലായിട്ടാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം എവിടെയാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം? ഔരസാശയത്തിൽ മാറലിനു പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ആണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം കാണപ്പെടുന്നത്. Where is heart situated? The heart is situated slightly tilted towards the left, in between the two lungs, behind the sternum, in the thoracic cavity. Look at the picture and find out the thoracic cavity. We know we have right and left lungs. In between these two lungs, heart is seen. And it is seen behind the sternum in the thoracic cavity. ഹൃദയത്തെ ആവരണം ചെയ്ത് ഒരു സ്ഥലം കാണപ്പെടുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് പെരികാർഡിയം. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ഈ സ്ഥലം ഇരട്ട സ്ഥലമാണ്. ഈ സ്ഥലങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് പെരികാർഡിയൽ ദ്രവം. അപ്പം എവിടെയാണ് പെരികാർഡിയൽ ദ്രവം കാണപ്പെടുന്നത്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന പെരികാർഡിയം എന്ന സ്ഥലങ്ങളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പെരികാർഡിയൽ ദ്രവം. ഇനി നമുക്ക് എന്താണ് ഈ ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പരിശോധിക്കാം. ഹൃദയം നമുക്കറിയാം, അതെപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഘർഷണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഹൃദയം മിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിനാണ് പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നത്. Name the membrane that covers the heart. The heart is covered by pericardium, which is a double-layered membrane. In between the double-layered membrane, a fluid is seen. That fluid is known as pericardial fluid. So where pericardial fluid is seen? Pericardial fluid is seen in between the pericardial membranes. In between the two pericardial membranes, the pericardial fluid is seen. What is the function of this pericardial fluid? We know heart is always working. So there may be a chance of friction. This fluid helps to reduce the friction between the membranes when the heart beats. ഹൃദയം എങ്ങനെയെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഹൃദയം എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഹൃദയത്തെ പൊതിഞ്ഞ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നു. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം കാണപ്പെടുന്നു. മാറലിനു പിറകിലായിട്ടാണ് ഹൃദയം കാണപ്പെടുന്നത്. അതുകൊണ്ട് മാറല് ഹൃദയത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തെ വാരിയെല്ലുകളും സംരക്ഷിക്കുന്നു. So how heart is protected? Heart is protected by the pericardium, which is a double-layered membrane, and also the pericardial fluid seen in between the pericardium
helps to reduce the friction. Heart is seen behind the sternum, so sternum is also protecting the heart, and the rib cage help to protect heart. ഒരാളുടെ ഹൃദയത്തിന് ഏകദേശം എത്ര വലിപ്പമുണ്ടാകും? നമ്മുടെ ഓരോരുത്തരുടെയും മുഷ്ടിയുടെ വലിപ്പമാണ് നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവുക. What is the size of the human heart? The size of the human heart is equal to the size of one's fist. ഹൃദയത്തിന് 12 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയും 6 സെന്റിമീറ്റർ കനവുമാണ് ഉള്ളത്. It is 12 centimeter in length, 8 centimeter in width, and 6 centimeter in thickness. മനുഷ്യ ഹൃദയത്തിന് ഏകദേശം എത്ര തൂക്കമുണ്ടായിരിക്കും? പ്രായപൂർത്തിയായ പുരുഷന്മാരിൽ ഹൃദയത്തിൻ്റെ ഭാരം 10 മുതൽ 12 ഔൺസ് ആയിരിക്കും ഏകദേശം ഉണ്ടാവുക. അതായത് 280 മുതൽ 340 ഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കും. എന്നാൽ സ്ത്രീകളിൽ ഹൃദയത്തിൻ്റെ ഭാരം പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ്. പ്രായപൂർത്തിയായ സ്ത്രീകളിൽ ഹൃദയത്തിൻ്റെ ഭാരം 8 മുതൽ 10 ഔൺസ് ആയിരിക്കും. അതായത് ഏകദേശം 230നും 280 ഗ്രാമിനും ഇടയിലായിരിക്കും സ്ത്രീകളിൽ ഹൃദയത്തിൻ്റെ ഭാരം. What is the weight of heart? The heart weighs between about 10 to 12 ounces, that is 280 to 340 grams in men, and 8 to 10 ounces, that is 230 to 280 grams in women. നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കുന്നു? ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. ഒരു ദിവസം ശരാശരി 1,00,000 തവണ മിടിക്കുന്നുണ്ട്. The heart beats at an average rate of 72 times per minute. Our heart beats 1,00,000 times in a day. അടുത്തതായി ഹൃദയത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹൃദയം പമ്പു ചെയ്യുന്ന രക്തം ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, മറ്റ് മാലിന്യങ്ങൾ എന്നിവയെ സംവഹിക്കുന്നു. കോശങ്ങൾക്കെല്ലാം ഓക്സിജനെ എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുന്നതും രക്തമാണ്. ഹൃദയം പമ്പു ചെയ്യുന്ന രക്തം നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളെ അവയുടെ ലക്ഷ്യ കോശങ്ങളിൽ എത്തിക്കുന്നു. What are the main functions of the heart? Heart is the center of our circulatory system. It is pumping blood around our body, and the blood sends oxygen and nutrients to all parts of our body and carries away unwanted carbon dioxide and waste products. Blood maintains immunity of our body. It helps to regulate
the body temperature, and it also helps to carry the hormones to their target tissues.